ഞാനിവിടെ ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാറ്റൂല. ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാവരും വന്ന് നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് മുനമ്പം വേളാങ്കണ്ണി പള്ളിയിൽ ഈ മുനമ്പം വഖഫ് വിഷയത്തിൽ ഇന്ന് രാവിലെ ഈ ഒരു പ്രദേശത്തെ പള്ളി അങ്കണത്തിൽ നടന്നത്. രാവിലെ 8:45 JPC അംഗമായ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ അംഗമായ MP അപരാജിത സാരംഗി ഇന്ന് ഈ ദേവാലയത്തിൽ എത്തുകയും മുനമ്പം ചെറായി ഈ ഒരു പ്രദേശത്ത് ദുരിതം അനുഭവിക്കുന്ന 600ഓളം കുടുംബങ്ങളെ നേരിട്ട് കാണുകയും അവരുമായി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹാരം കാണുന്നതിന് JPCന് മുമ്പിൽ വെക്കുന്നതിനായിട്ട് അവരെത്തുമെന്നുമെല്ലാം ഇന്നലെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് തന്നെ നിരവധി ആളുകളാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഈ ഒരു ദേവാലയത്തിൽ അങ്കണത്തിൽ വന്ന് കാത്തിരുന്നത്. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം വരുന്നൊരു വാർത്ത, അപരാജിത സാരംഗ് JPC അംഗം ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേരുകയില്ല. ചില പ്രോട്ടോകോൾ വിഷയങ്ങളുണ്ട്, ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ ദേവാലയവും ഇവിടെയുള്ള ആളുകളെയും സന്ദർശിക്കരുതെന്ന് കേന്ദ്രത്തിലേക്ക് പോയി എന്ന ചില വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശിക BJP നേതാക്കൾ നൽകിയ വിവരങ്ങൾ അങ്ങനെയാണ്. അതായത് അവർക്ക് വരാൻ സാധിക്കുന്നില്ല, ചില പ്രോട്ടോകോൾ വിഷയങ്ങൾ ഉയർത്തി ചില പരാതികൾ ചില കോണിൽ നിന്ന് ഉയർന്നു എന്ന് പറഞ്ഞ് അവർ വരില്ല എന്നൊരു വാർത്തയും വന്നു. ഞാൻ ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത് ഈ JPC മെമ്പർ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അവർ നേരിട്ട് കാണാൻ മനസ്സിലാക്കാനും വരുന്നുണ്ട്. 8:50 വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അറിയുന്നു അവർക്ക് എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, പ്രോട്ടോകോൾ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് വരാൻ പറ്റില്ല. വരണമെന്ന ആഗ്രഹം കൊണ്ട് അവർ പുറപ്പെട്ടത് തന്നെ. ആ സമയത്താണ് അവർക്ക് കേന്ദ്ര സർക്കാരിൽ ഈ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ, ഈ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ജനപ്രതിനിധികൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പ്രോട്ടോക്കോളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വരാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളിപ്പോഴാണ് അറിയുന്നത് വരാൻ പറ്റില്ല എന്നുള്ളത്. ഇതൊരു പ്രോട്ടോകോൾ ലംഘനമായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം JPC മെമ്പർ ഇങ്ങോട്ട് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകളൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു അവസരം കൂടിയായിരുന്നു ഇത്. നമ്മളിപ്പോ അവിടുത്തെ കാര്യങ്ങളുടെ ഗൗരവം അറിയാവുന്നതുകൊണ്ടാണ് വീണ്ടും അത് നമ്മുടെ ഈ അപരാജിത മേഡത്തിന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ വീണ്ടും വരുന്നത്. ആ തീരുമാനം മാറ്റി. ഓക്കെ, ഈ നിങ്ങൾ വരുന്നതിൽ സന്തോഷം. തടസ്സങ്ങൾ മാറ്റി ഇവിടെ നിങ്ങൾ എത്തുന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾ എത്ര രാത്രിയായാലും ഞങ്ങളിവിടെ കാത്തിരിക്കും. കാരണം ഞങ്ങളുടെ വിഷയമാണ്. എന്ത് തന്നെയാലും വന്നു. നമ്മളിപ്പോ പോരാണ് ഇവിടുന്ന്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ മാറിമറിയുന്ന കാഴ്ച പിന്നീട് കണ്ടു. ഉടനെ ഒരു കോള് വരികയും അപരാജിത സാരംഗി JPC അംഗം മുനമ്പം ചെറായി ഈ ഒരു ദേവാലയം സന്ദർശിക്കുകയും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും അവരുടെ വിഷമം കേൾക്കാൻ എത്തും എന്നൊരു ഉറപ്പ് കോള് വരുന്ന കാഴ്ചയാണ്. ഇത് വളരെയധികം ആശ്വാസവും പ്രതീക്ഷയും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വീണ്ടും നൽകി. അവർ തുടർന്നും എത്രയായാലും പാതിരാത്രിയായവരെ ആയാലും ഞങ്ങളിവിടെ കാത്തിരിക്കും, ഞങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും എല്ലാം പറയും എന്ന രീതിയിലേക്ക് അവർ ഇവിടെ കാത്തിരുന്നു. ഏറെ അനിശ്ചിതങ്ങൾക്ക് ശേഷം JPC അംഗം അപരാജിത സാരംഗ് ഇവിടെ മുനമ്പത്ത് എത്തിയിരിക്കുകയാണ്. ഷോൺ ജോർജും BJP നേതാക്കളും ഒപ്പം നിറയെ മത്സ്യത്തൊഴിലാളികളും ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന മുനമ്പം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ ഈ ഒരു മുനമ്പം വേളാങ്കണ്ണി പള്ളി മാതാവിൻ്റെ ഈ ദേവാലയത്തിലെ ഈ ഒരു ഹാളിൽ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ്. According to what we have is all the documents which we have, the proper documents, everything you can see, we have all rights. Why did the government take all these taxes from us for these past 35 years?
Of course, we are paying. We had paid till everything. This local government, what they have done to us. For example, the paper what they delivered to us. In Malayalam, they wrote like you can pay tax. हम लोग के लिए तुम लोग टैक्स पे करो बोला. और थोड़ा बाद में हम लोग को इंग्लिश में पेपर आने के टाइम बोलते तुम लोग इधर इलीगल है. ഇവിടെ നിന്നോ നിങ്ങളോട് പറയുന്ന നിലപാട് നമ്മൾ കഴിഞ്ഞ ദിവസം വഞ്ചി സ്ക്വയറിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഇവിടെ എല്ലാവരും നല്ല ശതമാനം ആളുകൾ ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിരവധി വാഗ്ദാനങ്ങൾ എല്ലാവരും തന്നു. ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒറ്റ വാഗ്ദാനമുള്ളൂ, ഇവിടെ നിങ്ങളോട് പറയുന്ന നിലപാട് തന്നെ ആയിരിക്കും JPCയിലും ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന ഒറ്റ കാര്യമേ നിങ്ങളോട് ഞങ്ങൾക്ക് വാക്കായിട്ട് പറയാനുള്ളൂ. വഞ്ചി സ്ക്വയറിൽ പറഞ്ഞ നിലപാട് തന്നെ ആയിരിക്കും JPCയുടെ കമ്മിറ്റിയിലും ഞങ്ങൾക്ക് പറയാനുണ്ടാകുക. പക്ഷേ ഇവിടുത്തെ നിലപാട് അവിടെ ചെല്ലുമ്പോൾ മാറ്റി പറയുന്ന ആളുകളെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്യും. It's a privilege for me to be here, to be with you and to listen to you. All of you, friends associated with the Church of Our Lady of Velankani are here. The memorandum pertaining to the problem related to your land was received by me from Father Anthony Xavier. Friends, you have already been informed by my colleague here. In fact, incidentally, I am in Ernakulam. I am the co-in charge of state BJP, and for my party work I had come here. Yesterday, the Christian minority friends came to me, met me in Ernakulam district headquarters and requested me to come here and talk to you and receive the memorandum. So for that matter, I came. I have received your memorandum. I have understood your case about 104 acres of your land. You have been here for generations. But suddenly in January 2022, the state Waqf board people said the entire land was theirs and they wanted to claim this land. This is the entire issue. I'm thankful to you because you have brought a very important issue to light, brought me to my knowledge. I have requested for the papers, for the necessary papers, and the memorandum has been given for the Joint Parliamentary Committee. I'm carrying the memorandum with the necessary papers for the Joint Parliamentary Committee. I assure you, my dear friends, I have understood the case. I will be submitting this memorandum before the chairman and other members of the Joint Parliamentary Committee on Waqf matters. I will explain your entire issue to them. I'm carrying the photographs also. And we will be waiting for further course of action as decided by the chairman of the committee and other members of the committee. So we assure you of justice. And with this I end. I'm carrying your memorandum. Thank you very much for bringing your problem to light and placing before me. Thank you. I am co-in charge of the Kerala State BJP. For my party work, I had come here 2 days back. The friends from the Church of Our Lady of Velankani met me at Ernakulam district headquarters, and they had their set of grievances about their land. They said that about 610 families staying in Munambam, Kadapuram area had been facing problem related to the Waqf, and they invited me to this place. They wanted me to hold a meeting with them and they wanted to give a memorandum to me. So accepting their invitation, I came here with the consent of
the chairman of the Joint Parliamentary Committee on Waqf Matters, Sri Jagdambika Palji. I came here, I heard everybody at length, and I have collected all the papers, a memorandum with their grievances, with all the supporting documents have been given to me. I am carrying all the papers, all the documents to the Joint Parliamentary Committee chairman and other members of the committee. I will definitely be putting forth all the problems. I have understood the issue, and the Joint Parliamentary Committee will decide the future course of action. ഇന്ന് രാവിലെ 8 മണി മുതൽ ഈ ഒരു ദേവാലയത്തിൽ വന്ന് ഈ ഒരു JPC അംഗത്തിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു അല്ലേ? ഇപ്പൊ അദ്ദേഹം വന്നു, ചില ഉറപ്പുകളൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് പറയുക? ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് തോന്നുന്നത്. ഞങ്ങൾ അത്രയും കിടന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഒരു പട്ടയം വെക്കാൻ പറ്റുന്നില്ല, ഒരു കരമടക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഇപ്പൊ മേഡം വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ് തോന്നുന്നത്. ഇത് ഇനി 4 മാസം കൂടി ഒന്ന് നോക്കാം, എന്നിട്ട് എന്താണെന്ന് പ്രതീക്ഷ അറ്റുപോയായിരുന്നു. ഇത് പ്രതീക്ഷ അറ്റി കിടക്കണായിരുന്നു. ഇപ്പൊ മേഡം വന്ന് സംസാരിച്ചപ്പോ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. 4 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഇത് തീരുമാനിക്കണം. JPC അംഗത്തിന് JPC കമ്മിറ്റിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വഖഫ് ഭേദഗതി ആക്ട് ഇരിക്കുന്നത്. അതിനകത്തൊരു അംഗമാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് കണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യമാണ്. എന്താ പറയാ? ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ഇപ്പൊ 4 മാസം വരെ ഞങ്ങൾ കാത്തിരിക്കും. അതും കഴിഞ്ഞ് ഇനി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വഴിക്ക് മേഡത്തില് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. മേഡം ഇപ്പൊ ഞങ്ങൾക്കൊരു ധൈര്യം തന്നിട്ടുണ്ട്. ആ ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കണേണ്. മേഡം വന്നപ്പോ ഭയങ്കര ഒരു ആശ്വാസം തോന്നി. അത് പെട്ടെന്ന് തീർക്കാന്ന് മേഡം ഉറപ്പ് തന്നല്ല, അത് കാരണം വളരെ ഒരു സന്തോഷമുണ്ട്. ഇത്രയും പെട്ടെന്ന് ഈ പ്രശ്നം തീരണം എന്നാണ് ഞങ്ങളുടെ ദുഃഖത്തിലാണോ നിങ്ങൾക്ക്? അല്ലാണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോ കുർബാനക്ക് വന്ന ആൾക്കാർ 6 മണിക്ക് കുർബാനക്ക് വന്നതാണ്. ആ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണേന് കാത്ത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല. അതിപ്പോ ഞങ്ങൾ ചായ കുടിച്ച് എല്ലാവർക്കും ചായ കൊടുത്ത്. ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട്, അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ചായ വേണമെന്ന് ഞങ്ങൾ ചായ തിളപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത്. ഇത്ര നേരം ഞങ്ങൾ നിന്ന് ഇതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മേഡം ഞങ്ങൾക്ക് നേടിത്തരും. ഉറച്ച വിശ്വാസമാണ്. ഞങ്ങള് വലിയൊരു സന്തോഷമാണ് ഇപ്പൊ തോന്നുന്നത്. ഇത്രയും സമയം വരെ ഞങ്ങൾക്ക് മനസ്സിൽ ടെൻഷനും പേടി ഇതൊക്കെ എല്ലാം കൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കേട്ടത് മുതൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. മേഡം വരുന്നുണ്ട്. അതിലൊരു തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം ഞങ്ങൾക്ക് മാതാവ് മാറ്റി തന്ന് ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസം. വരില്ല എന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മാതാവിന് ഞങ്ങൾക്ക് ധൈര്യം, ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടായി. പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ മേഡം വരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു സന്തോഷമായി. മേഡം വന്ന് ധൈര്യം തന്നപ്പോ അതില് സന്തോഷമായി ഞങ്ങൾക്ക്. ഒരു പ്രാർത്ഥനയുടെ ഫലം, കാരണം വരില്ല എന്നൊരു വാക്ക് തന്നിട്ട് ഉടനെ ഒരു അരമണിക്കൂറിനുള്ളിലാണ് എല്ലാം മാറ്റി പറഞ്ഞ് വരും എന്നൊരു ഉറപ്പ് ലഭിച്ചത് അല്ലെ? മേഡം വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട്. ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോഴാണ് ഒരു മനസ്സിനൊരു സന്തോഷമായത്. ഇന്നലെ വരെ ഭയങ്കര ടെൻഷൻ, എന്താവും എന്നുള്ള ടെൻഷനായിരുന്നു. ഇപ്പൊ ഒരു ഉറപ്പായി. 4 മാസത്തിനുള്ളിൽ റെഡിയാക്കി തരാന്ന് പറഞ്ഞല്ല, ഇപ്പൊ ഉറപ്പായി. ഇപ്പൊ സമാധാനമായി. എന്റെ മോനും പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കണേ. അപ്പൊ അതിനും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പട്ടയം തന്നെ ഞങ്ങൾക്ക് ആശ്രയം. പക്ഷെ ഇത് പറ്റൂലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. ഇപ്പോഴാണ് സമാധാനമായത്. ഒരു മേഖലയും മുടങ്ങി കിടക്കണം. അതിലെല്ലാം മുടങ്ങി കിടക്കണം. വേറൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാണ്ട്, ഇവിടെ എല്ലാവരും സാധാരണക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും ചെമ്പിൻ കമ്പനിയിലും ഇത്തിലി വാരിയും കടലിൽ പോയി പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. അത് സ്വരം കൂട്ടി ഉണ്ടാക്കിയ കുടിലുകളാണിത്. അത് ഞങ്ങൾ വിലക്ക് മേടിച്ചതും കൂടിയാണ്. അപ്പൊ നമ്മ എങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇവളുടെ മക്കൾ 2 പേരുണ്ട്, കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഏക ആശ്രയമായിട്ടുള്ള ഈ പട്ടയാണ്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കൊള്ള പലിശക്കാണെങ്കിലും വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഓരോരുത്തർക്ക് കയ്യിലേൽപ്പിക്കുന്നതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള ജീവിതം ഇവിടെ. അതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റും. അതാണ് ഓരോ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോരുത്തർ കയ്യിലേൽപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. പട്ടിണി ആണെങ്കിലും ശരി, കട ആണെങ്കിലും ശരി, അത് ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ആരിത് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ചെയ്തു എന്ന് ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടാവും. ഈ ഭൂമിയുടെ പ്രത്യേകത ഏതാണ്? ഈ ഭൂമിയുടെ നിലവിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങളുടെ? ഞങ്ങൾ നോക്കില്ല, അത് ഇവിടെ നോക്കുന്ന പ്രശ്നമില്ല. അവർക്കും ഞങ്ങൾ നിൽക്കും. അതാണ് അതിന്റെ കാര്യം. മുനമ്പത്തെ ഈ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് അത് ഉപയോഗപ്രദമാവണമെങ്കിൽ ഒരുപക്ഷെ ഒരു മുൻകാല പ്രാബല്യത്തോടെയൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ BJP നേതാക്കൾ എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന നേതാക്കൾക്കൊക്കെ അത് ഒരു അറിയിപ്പ് കൊടുക്കില്ലേ?
ഇന്ന് BJPയുടെ ഈ കേന്ദ്ര നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും എല്ലാവർക്കും ഈ വിവരത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയായിട്ട് തന്നെ ഇവിടുത്തെ ഈ സഭയായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഇവിടുത്തെ ആളുകളും ഒക്കെ ഈ നാട്ടിലെ ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പാർലമെന്റിൽ ഈ വിഷയം വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കും. അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ഉൾപ്പെടെയുള്ള ആളുകൾ, എൻ്റെ ആദർശനപ്പുള്ള ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഈ ധാരണയുള്ള ആളുകളാണ്. അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളതാണ്. അനൂപ് ആന്റണി ഈ യുവമോർച്ച ദേശീയ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ BJPയുടെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ട്. അതിനുവേണ്ടി ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെ ഒരു ആവശ്യമായതുകൊണ്ട് അതിനുവേണ്ടി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാളത്തിൽ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇപ്പോൾ ഈ വലിയൊരു മുനമ്പം ഇവിടുത്തെ എറണാകുളത്ത് ഒരു വലിയൊരു പ്രതിഷേധം നടത്തി. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ ഒരു വഖഫ് വിഷയം ഇത് ഒരു ചർച്ചയ്ക്ക് എടുക്കാനോ, ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും ഇന്നലെ അവിടെ നിന്നൊരു കുരങ്ങ് ചാടിപ്പോയതുപോലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നവർ ഈ ഒരു മുനമ്പം പ്രദേശത്ത് 600ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ ഒരു വിഷയം അവർക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് എടുക്കാനോ മടിക്കുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ച് എന്ത് പറയും? ഈ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സംഘടിത വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ആ കേരളത്തിൻ്റെ മുഴുവൻ ഭൂമിയും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കാലങ്ങളായിട്ട് എത്രത്തോളം ഭൂമികൾ പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ശബ്ദിക്കാൻ ആ 30% വരുന്ന സംഘടിത വോട്ടിൻ്റെ മുമ്പിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും ഭയന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. മുനമ്പം പള്ളിയിലെ വേളാങ്കണ്ണി പള്ളിയിലെ കൊച്ചച്ഛൻ ഇപ്പോൾ ചേരുകയാണ്. വെച്ചാൽ രാവിലെ വളരെ അനിശ്ചിതത്വത്തിലായിരുന്നു അല്ലേ, വരില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ വളരെ നിരാശരായിരുന്നു. അദ്ദേഹം വന്നു, എന്താണ് പറയാൻ? വളരെ സന്തോഷം. അതെ, ഇവിടേക്ക് കടന്നു വരികയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ വേദനകളൊക്കെ ഞങ്ങളൊരു മെമ്മറാണ്ടമായിട്ട് മാഡത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയൊരു 10-12 പേജുള്ള ഒരു മെമ്മറാണ്ടമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടുത്തെ ചരിത്രവും അതോടൊപ്പം തന്നെ ഇതിലെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും എന്ത് ചതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്യതാണ്, ഈ അമെൻമെന്റ് മുൻകാല പ്രാബല്യത്തോടുകൂടി സംഭവിക്കണതാണ്. അപ്പോഴാണ് നമുക്കത് അതുകൊണ്ട് ഗുണമുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അതിനുള്ള എല്ലാ ലോ പോയിന്റ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വക്കീൽമാരുടെ സഹായത്തോടുകൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമാണ്, എനിക്കുറപ്പാണ് മാഡം അത് JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്, ഇത് എന്തായാലും ഇത് ചെയ്യും, അത് തീരുമാനമാക്കി തരുന്ന വാക്ക് തന്നിട്ടുണ്ട്. തീരുമാനമാക്കി തരുമെന്നാണ് വാക്ക് തന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും JPC കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും, പ്രസിഡന്റിനെ ഏൽപ്പിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.